വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കിത് കാരമൽ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ പുഡിംഗ് തയ്യാറാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം. ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. 9 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സഡ് ജാറിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്കിനി മധുരത്തിന് ആവശ്യമായി ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വാനില എസൻസ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 15 to 20 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം. ബൈ.